നമസ്കാരം സുഹൃത്തുക്കളെ. ലോകം ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കാത്തോണ്ട് അങ്ങ് ശ്രദ്ധിക്കാത്തോണ്ട ലോകം, ഞാൻ ഇവിടെ സമയം തിരഞ്ഞെടുത്ത മണിക്കൂറുകൾ പറയാം. ലോകത്തെ ന്യൂലിബറൽ, ഞാൻ പറഞ്ഞേക്കൂ, ലോകത്തെ ന്യൂലിബറൽ പോളിസി തകർന്നു കിടക്കുമ്പോൾ, മുതലാളിത്തത്തിന് അതുമായി മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ പുതിയൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അത് നോളജ് ഇക്കോണമിയാണ് എന്നുമ്പോ ആ നോളജ് ഇക്കോണമിയിൽ ഞാൻ പറഞ്ഞ കേൾക്കൂ, നോളജ് ക്യാപിറ്റൽ ആണ് അവിടെ ചൂഷണത്തിന് ഉപയോഗിക്കുന്നത്. കേൾക്കുണ്ടോ? നോളജ് ക്യാപിറ്റൽ ആണ് ചൂഷണം. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവകേരള എന്ന സങ്കല്പത്തിലൂടെ ഇവിടെ വളർത്താൻ ഉദ്ദേശിച്ചത് ജ്ഞാനകേരളം, നവകേരളത്തിന്റെ ജ്ഞാന സമൂഹമാണ്. ജ്ഞാന സമൂഹം എന്ന് പറയുന്നത് അറിവിന്റെ സാർവത്രികവൽക്കരണമാണ്. നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറിവിന്റെ കേന്ദ്രീകരണമാണ്, കുത്തകവൽക്കരണമാണ്. അങ്ങേക്ക് മനസ്സിലായിട്ടോ ഞാൻ പറഞ്ഞത്? ഇത് മനസ്സിലായോ? അതാണ് വിഷയം, അതാണ് അവിടെയാണത് വ്യത്യാസം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ചില വിഷമം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, MV ഗോവിന്ദൻ MLA അല്ല, അതേപോലെ തന്നെ P രാജീവ് തോറ്റുപോയി, M സ്വരാജാണെങ്കിൽ ജയിച്ചുമില്ല. പിന്നെ ഈ നിയമസഭയിലെ ഈ ചില നിമിഷങ്ങളൊക്കെ എങ്ങനെ ആസ്വദിക്കും, ട്രോളന്മാർക്കൊക്കെ പണി ഇല്ലാതാവുമല്ലോ എന്നൊക്കെ ചില സങ്കടങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നു എന്നറിയാം. അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ. P രാജീവ് ഇല്ലെങ്കിലും MV ഗോവിന്ദൻ ഇല്ലെങ്കിലും M സ്വരാജ് ഇല്ലെങ്കിലും അവരെയൊക്കെ കടത്തി വെട്ടുന്ന മറ്റൊരാൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അവിശ്വസനീയമാണ്, നമുക്കത് ആദ്യ കേൾവിയിൽ ആദ്യ കാഴ്ചയിൽ വിശ്വസിക്കാൻ പാടാണ്. C രവീന്ദ്രനാഥ് എന്ന CPM കാരനാണ്. അദ്ദേഹം 2016 മുതൽ 2021 വരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് എന്ന് ഓർക്കണം. പ്രൊഫസറാണ്, അധ്യാപകനാണ്. അപ്പോൾ മാഷ്, പൊതുവേ ഈ CPM-ലെ മാഷുമാരെ അവരുടെ അണികളൊക്കെ വലിയ ബഹുമാനത്തോടെയാണ് കാണുന്നത്. പണ്ടൊക്കെ അത് LLB കാരെയായിരുന്നു, വക്കീലന്മാരെ. പിന്നീട് LLB-യുടെ ഈ കള്ളി വെളിച്ചത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പ്ലേറ്റ് മാറ്റി അത് PhD-യും ഡോക്ടറേറ്റും ഒക്കെ ആയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോഴും മാഷ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ സംഭവമാണെന്നാണ് അവർ ധരിച്ചിരുന്നത്. പിന്നീട് MV ഗോവിന്ദൻ എന്നൊരു വ്യക്തി ഈ സെക്രട്ടറി ആയിട്ട് അവതരിച്ചതിന് ശേഷം നിരന്തരമായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മാഷ് എന്നതും ഒരു കോമഡിയായി മാറിയത്. ഇതാ ഇപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് ഞാനും നിങ്ങളുമൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന വ്യക്തിയാണ് C രവീന്ദ്രനാഥ് എന്ന ഇദ്ദേഹം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു കൂട്ടം ആളുകളോട് അല്ലെങ്കിൽ ഒരു സദസ്സിൽ നിന്നൊരു വേദിയോട് സംവദിക്കുമ്പോൾ, അത് പ്രസംഗമാവട്ടെ മറ്റെന്തുമാവട്ടെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ അദ്ദേഹത്തിന് സംഭവിച്ചത് അതാണ്. അദ്ദേഹം ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ ഈ ക്ലാസ്സിലൊക്കെ, പാർട്ടി ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികൾ പറയുന്നത് മനഃപ്പാടമാക്കി വെച്ച് പറയുന്ന പോലെ എന്തൊക്കെയോ വന്ന് പറയുന്നു. നിയോ ലിബറൽ എന്നോ നവ ലിബറൽ എന്നോ നിയോ ക്യാപിറ്റലിസ്റ്റ് എന്നോ എന്തൊക്കെയോ കിടന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും മനസ്സിലാവുന്നില്ല. കുറേ എല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ ചേർന്ന് നോക്കി പറയുന്നത്, ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലായല്ലോ എന്ന്. അടുത്ത അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയാണ് ശ്രദ്ധിക്കുക, പുള്ളി തന്നെ പറയുന്നത് മനസ്സിലായോ എന്തോ ഉൾപ്പെടുത്തുകയും. എന്തിനാണ് ഈ പ്രഹസനം? എന്തിനാണ് നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള MLA-മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചാൽ പോരെ? എന്തിനാണ് നിങ്ങൾ കുറേ ഇംഗ്ലീഷ് വാക്കുകളും മറ്റു വാക്കുകളൊക്കെ അതിൻ്റെ ഇടയ്ക്കോട്ട് കുത്തിക്കയറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്, പുള്ളിക്ക് ഭയങ്കര അറിവാണ് എന്നൊക്കെയാണ് ഒരു 10-15 വർഷം മുമ്പ് വരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചുമ്മാ നിങ്ങളുടെ ഉടായ്പ പരിപാടിയാണ്, ഈ ആളുകളെ പറ്റിക്കാനുള്ള തട്ടിപ്പ് പരിപാടിയാണെന്ന് മനസ്സിലാവുകയും ധാരാളം ട്രോളുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ബുദ്ധിയുള്ളവർ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്ന P രാജീവ് പോലും ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. കാരണം ഒരുപാട് തവണ അങ്ങ് ബഹിരാകാശത്തേക്ക് പോയ മുതലാണ്. പിന്നെയും ബോധമില്ലാത്ത MV ഗോവിന്ദൻ മാത്രമേ ഇപ്പോഴും ആ ശൈലി പിന്തുടരുന്നുള്ളൂ. പക്ഷേ P രാജീവൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോഴാണ് ഈ മാഷ് പ്രൊഫസർ C രവീന്ദ്രനാഥ് വന്നിട്ട് നിയമസഭയിൽ ഈ അഭ്യാസം കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ സഭ TV ഒക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ എൻ്റർടൈൻമെൻറ്റ് ചാനലൊക്കെ മാറ്റിയിട്ട് ഈ നിയമസഭ സമ്മേളിക്കുന്ന ദിവസം അതാണ് ഇരുന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഭാഷ ഈ വായിക്കൊള്ളാത്ത വാചകങ്ങളും വാക്കുകളും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറേ നേരം, അതായത് ഓരോ MLA-മാർക്കും സംസാരിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയവും കടന്നിട്ട് ഈ കടന്ന് കാണിക്കുന്ന ബ്ലാ 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 വെച്ച് അവസാനം ചേർന്നോട് നോക്കി പറയുന്നത്, അങ്ങേക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇല്ലല്ലേ? ഒരാൾക്കും ഇത് കൂട്ടത്തിൽ കൈയടിച്ച റിയാസിന് പോലും എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുക. ഇത്തരം ഉഡായ്പ പരിപാടിയൊക്കെ നിർത്തി ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ആ കൂട്ടത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ഒരാളുടെ അവസ്ഥ പോലും ഇതാണ്. അപ്പോൾ ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നിയമസഭയിൽ എൻ്റർടൈൻമെൻറ്റ് ഒട്ടും കുറയില്ല. നമ്മൾ ആ കാര്യം ഓർത്ത് നമുക്ക് യാതൊരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല. P രാജീവ് ഇല്ലെങ്കിലും MV ഗോവിന്ദൻ ഇല്ലെങ്കിലും M സ്വരാജ് ഇല്ലെങ്കിലും പിന്നെ എന്താ പറയുക MB രാജേഷ് ഇല്ലെങ്കിലും ഒക്കെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അവിടെ മാഷുണ്ട്, രവീന്ദ്രനാഥ് മാഷുണ്ട്. നമ്മുടെ പ്രോത്സാഹനം മാത്രം മതി, പുള്ളി തകർത്ത് വാരിത്തരും, ഒരു സംശയം വേണ്ട.